പത്രമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ പറ്റാതെയൊക്കെ ഭയങ്കര വിഷമത്തോടെയൊക്കെ ആണെങ്കിൽ വന്ന് ഹോട്ടൽ റൂമിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആദർശാണെങ്കിൽ സ്റ്റാലിൻ മാർട്ടിൻ ജ്വല്ലറിക്കാരെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് റീന എന്ന് പറയുന്ന ഒരു പി ആർ ഒ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു പി ആർ ഒയോ സ്റ്റാഫോ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശാണെങ്കിൽ നല്ല സംശയവും കാര്യങ്ങളും തോന്നുന്നുണ്ട്. ആണെങ്കിൽ അപ്പോഴത്തേക്കും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അപ്പോഴത്തേക്കും അറിഞ്ഞിരിക്കുന്ന ശത്രു എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടെന്നൊക്കെ ഉള്ളൊരു കാര്യമൊക്കെ ആദർശിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട്. പോയിട്ടാണെങ്കിൽ നയനയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇതെങ്ങനെ നമ്മൾ മുത്തശ്ശൻ്റെ അടുത്ത് പറയും, കാര്യം വെച്ചാൽ മുത്തശ്ശനാണെങ്കിലും ഇവിടെ എല്ലാവരും ആണെങ്കിലും ആ ഒരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ എങ്ങനെ ആദർശേട്ടൻ ഇത് അവരുടെ അടുത്തൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ നയന ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. എന്തായാലും ഇവിടെ ഇതിനെക്കുറിച്ച് വലിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെയുള്ള കാര്യമൊക്കെ നമ്മൾ നയന പറയുന്നുണ്ട്. അങ്ങനെ നയനെ ആദർശം കൂടെ ആണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്തൊക്കെ പോകുമ്പോഴത്തേക്കും മുത്തശ്ശനാണെങ്കിൽ നമ്മൾ ആദർശനെ ആട്ടി ഇറക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനാണെങ്കിൽ ആദർശനെ അടിക്കുകയും കുറേ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പറയുന്നുണ്ട്, ഇനി എനിക്ക് നിന്നെ കാണണ്ട, ഈ കുടുംബം നശിപ്പിച്ചാനാണ് നീ ഇത്രയും നാൾ എനിക്ക് നിൻ്റെ അടുത്തുള്ള വിശ്വാസവും കാര്യങ്ങളെല്ലാം പോയെന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ ആണെങ്കിൽ ആട്ടിയൊക്കെ ഇറക്കുന്നുണ്ട്. അതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ആദർശനാണെങ്കിലും നയനയാണെങ്കിലും ഭയങ്കര സങ്കടത്തോടെയൊക്കെ അവിടുന്ന് പോകുന്നുണ്ട്. അങ്ങനെ ആദർശാണെങ്കിലും ചെന്നിട്ടാണെങ്കിലും ദേവ്യാൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ എനിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിപ്പോയത്, അല്ലാതെ ഞാനാണെങ്കിൽ നിസ്സാരമായിട്ടൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുമെന്നൊക്കെ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാം മോനെ, എന്തായാലും മോൻ ഇങ്ങനെ കിടന്നുറങ്ങത്തൊന്നും ഇല്ലെന്ന് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ, മോൻ ഏത് കാര്യത്തിനും ഇറങ്ങി തിരിച്ച് അത് നേടിയെടുത്തിട്ടല്ലേ മോൻ വരത്തുള്ളൂ എന്നൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷേ ഇപ്പം ആ ഒരു വലിയ ശത്രു നമ്മളെ പിന്നിൽ തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ പെൺകുട്ടി തന്ന ജ്യൂസിനകത്തായിരിക്കും എന്തെങ്കിലും മായം കലർത്തിയിട്ട് മോനിക്ക് തന്നത്, മോന് മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് തന്നേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും ആ ഹോട്ടലിൽ തന്നെ CCTV ക്യാമറയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ ആ പെൺകുട്ടി ആരാന്നുള്ള കാര്യമൊക്കെ അറിയാൻ പറ്റുമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നന്ദുവിനെ വിളിച്ച് പറയുന്ന സമയത്താണെങ്കിലും നന്ദു ആണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുക. കാര്യം വെച്ചാൽ ആദർശേട്ടൻ ഇപ്പം എവിടെ പോയാലും ഇങ്ങനെയാണല്ലോ പ്രശ്നമെന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ്റെ അടുത്ത് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും പറയുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല മോളെ, ഇപ്പോൾ ദോഷ സമയമാണെന്നാണ് തോന്നുന്നത്. ഓരോ പ്രശ്നങ്ങളും മാറും തോറും ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുമല്ല മുത്തശ്ശനാണെങ്കിൽ ആദർശേട്ടനെ അടിക്കുകയും കുറേ വഴക്ക് പറയുകയൊക്കെ ചെയ്തെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടനെ ടെൻഷൻ ആവണ്ടെന്ന് പറഞ്ഞ് ഞാൻ എന്തായാലും ഒന്ന് അന്വേഷിക്കട്ടെ, പിന്നെ അത് കണക്ക് നവീനേട്ടൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു നോക്കാം. നവീനേട്ടനാണെങ്കിലും അവിടെ ആരെങ്കിലുമൊക്കെ അറിയായിരിക്കും, അപ്പോൾ നവീനേട്ടൻ്റെ അടുത്ത് ഒന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ ഫോണൊക്കെ വെച്ചിട്ട് പിന്നെ നന്ദു ആണെങ്കിൽ ആദർശ് താമസിച്ചിരുന്ന ലോഡ്ജിലോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അവിടെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, ഇന്ന മീറ്റിംഗ് നടന്ന ദിവസം ഇവിടെ ആരെല്ലാം വന്ന് ആരെല്ലാം താമസിച്ചിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യമൊക്കെ നന്ദു ആണെങ്കിൽ അവിടെ റിസപ്ഷനിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അവരാണെങ്കിൽ CCTVയിലൊക്കെ നോക്കിയിട്ടാണെങ്കിൽ അവർ അന്ന് വന്നവരൊക്കെ ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ടൈമിലാണെങ്കിൽ ഈ പെണ്ണിൻ്റെ ഫോട്ടോയൊക്കെ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഇതാണ് ഈ പെണ്ണിൻ്റെ കാര്യമാണ് ആദർശ് സാർ ഇവിടെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദു ചോദിക്കുന്നുണ്ട്, ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം അവർ പറയുന്നുണ്ട്, അവരുടെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാര്യം മുമ്പ് ഇതിനൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നതുകൊണ്ട് ഇവിടെ ആര് വന്നാലും ഇപ്പം ഞങ്ങൾ അവരുടെ ഡീറ്റെയിൽസ് ഫുള്ളൊക്കെ ഞങ്ങൾ മേടിച്ച് വെക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരാണെങ്കിൽ നന്ദുവിനാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ആണെങ്കിൽ ഈ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദു ആണെങ്കിൽ ആ പെണ്ണെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പെണ്ണ് പറയുന്നുണ്ട്, ഇതിനൊക്കെ ജ്വല്ലറിക്കാർ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പൊടിയൊക്കെ കലർത്തി ആദർശിന് ജ്യൂസ് കൊടുത്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫും കാര്യങ്ങളൊക്കെ ആണെന്നൊക്കെ ഇങ്ങനെ ആ പെണ്ണ് പറയുന്നുണ്ട്. അങ്ങനെ ഈ പെണ്ണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നന്ദു ആണെങ്കിൽ ആദർശിന് പറഞ്ഞു കൊടുക്കുകയും എല്ലാ കാര്യങ്ങളും ആ പെണ്ണ് ജ്യൂസിലാണെങ്കിൽ പൊടി കലർത്തുന്നതും അവിടെ വരുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ നന്ദു ആണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ടാണെങ്കിൽ ആദർശിന് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ആദർശിന് ഇപ്പോൾ എല്ലാം മനസ്സിലായപ്പം ജ്വല്ലറിക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നൊക്കെ ആദർശിന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മുത്തശ്ശൻ്റെ അടുത്താണെങ്കിൽ വീഡിയോ സഹിതം ആദർശ് കാണിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിൽ നമ്മൾ ആദർശാണെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.